തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടാൽ 2026 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയന് പകരം ഇടതുപക്ഷത്തെ നയിക്കാൻ മറ്റൊരു നേതാവിന് നറുക്കുവീഴാനുള്ള സാധ്യത ഏറെയാണ്. അത്തരമൊരു ഘട്ടത്തിൽ കെ ശൈലജ മുതൽ പി രാജീവും കെ രാധാകൃഷ്ണനുമെല്ലാം പരിഗണിക്കപ്പെടും. കേരളം UDF ഭരിച്ച കാലങ്ങളിൽ പോലും തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ വ്യക്തമായ മേധാവിത്വം ഇടതുപക്ഷത്തിനാണ് ഉണ്ടാകാറുള്ളത്. ഈ രീതി കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളായി രാഷ്ട്രീയ കേരളം കണ്ടുകൊണ്ടിരിക്കുകയുമാണ്. താഴെ തട്ടുമുതലുള്ള ശക്തമായ സംഘടനാ സംവിധാനവും വർഗ ബഹുജന സംഘടനകളുടെ കരുത്തും പ്രാദേശിക വിഷയങ്ങളിലെ ഇടതുപക്ഷ പ്രവർത്തകരുടെ, പ്രത്യേകിച്ച് CPM പ്രവർത്തകരും അനുഭാവികളും നടത്തുന്ന ഇടപെടലുകളുമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഇടതുപക്ഷ വിജയങ്ങൾക്ക് കാരണമായി മാറാറുള്ളത്. എന്നാൽ മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴിയാണ് ഒട്ടുമിക്ക ക്ഷേമ പദ്ധതികളും ഒന്നും രണ്ടും പിണറായി സർക്കാരുകൾ നടത്തിയിരിക്കുന്നത്. സർക്കാർ ഏറ്റവും കൂടുതൽ ധനസഹായം നൽകി വരുന്ന കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധിപ്പിച്ചാണ് നിലവിൽ നടത്തിവരുന്നത്. ഈ മേഖലകളിലെല്ലാം തന്നെ ഇടതുപക്ഷത്തിന് വ്യക്തമായ സ്വാധീനവുമുണ്ട്. അധികാര വികേന്ദ്രീകരണം കൂടുതൽ ഫലപ്രദമായി പ്രാദേശിക വികസനത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 9 വർഷമായി സർക്കാർ നടപ്പാക്കിയിരിക്കുന്നത്. ഈ കാലയളവിൽ തന്നെയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും സർക്കാർ നടപ്പാക്കിയത്. ഇതുവഴി അൺഎയ്ഡഡ് സ്കൂളുകളെ വെല്ലുന്ന രൂപത്തിലാണ് സർക്കാർ സ്കൂളുകൾ മാറിയിരിക്കുന്നത്. ഇതിന്റെ തുടർച്ചയായി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് അൺഎയ്ഡഡ് സ്കൂളുകൾ ഉപേക്ഷിച്ച് സർക്കാർ വിദ്യാലയങ്ങളിലേക്ക് ചേക്കേറിയത്. അധികാര വികേന്ദ്രീകരണം ഫലപ്രദമായി സർക്കാർ നടപ്പാക്കിയതുകൊണ്ട് മാത്രമാണ് ഇതൊക്കെ സംഭവിച്ചിരിക്കുന്നത്. സമാന മാറ്റം ആരോഗ്യ മേഖലയിലും ഉണ്ടായിട്ടുണ്ട്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ വരെയുള്ള എല്ലാ ആശുപത്രികളുടെയും വികസനത്തിൽ വലിയ കുതിച്ചുചാട്ടമാണ് ഈ കാലയളവിൽ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ഇതിന്റെ ഇഫക്റ്റ് പ്രകടമാണ്. ഇത്തവണയും ആ വിജയ ചരിത്രം ആവർത്തിക്കുമെന്ന് ഇടതുപക്ഷം ആത്മവിശ്വാസം പ്രകടിപ്പിക്കാനുള്ള പ്രധാന കാരണവും താഴെ തട്ടു മുതലുള്ള ഈ വികസന കുതിപ്പ് തന്നെയാണ്. ഇതിനു പുറമെ വാർഡ് വിഭജനത്തിലെ ആനുകൂല്യവും ഇടതുപക്ഷത്തെ തുണയ്ക്കുമെന്നാണ് CPM പ്രതീക്ഷിക്കുന്നത്. UDFന്റെയും BJPയുടെയും സംഘടനാ ദൗർബല്യവും CPMന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതാണ്. ഇത്രയും അനുകൂല ഘടകം ഉണ്ടായിട്ടും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് തിരിച്ചടി നേരിട്ടാൽ പിന്നെ മാസങ്ങൾക്കപ്പുറം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ മുൻനിർത്തി തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇടതുപക്ഷത്തിന് കഴിയുകയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ പിണറായി തന്നെ സ്വയം ഒഴിഞ്ഞു മാറാനാണ് സാധ്യത. ഇവിടെയാണ് ശരിക്കും ട്വിസ്റ്റ് നടക്കുക. പിണറായി മത്സരിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ മാധ്യമങ്ങൾ കെട്ടിപ്പൊക്കുന്ന സർക്കാർ വിരുദ്ധ വികാരമെന്ന പ്രചരണത്തിന്റെ മുനയൊടിക്കാൻ ശേഷിയുള്ള നേതാവിനെയാകും അത്തരമൊരു സാഹചര്യത്തിൽ CPM മുന്നോട്ട് വയ്ക്കുക. അവിടെയാണ് കെ ശൈലജയുടെയും കെ രാധാകൃഷ്ണന്റെയും പി രാജീവിന്റെയും പേരും പ്രസക്തമാകുക. കെ ശൈലജയാണ് CPM ഉയർത്തിക്കാട്ടുന്നതെങ്കിൽ കേരളത്തിലെ ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന പ്രചരണമാണ് CPM അഴിച്ചുവിടുക. സംസ്ഥാന സെക്രട്ടേറിയറ്റിലും ഇത്തവണ കെ ശൈലജയെ CPM ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കെ രാധാകൃഷ്ണനാണെങ്കിൽ ആദ്യ ദളിത് മുഖ്യമന്ത്രി എന്ന പ്രചരണത്തിനും സാധ്യതയുണ്ട്. നിലവിൽ ആലത്തൂരിൽ നിന്നും ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിച്ച രാധാകൃഷ്ണന് നറുക്കുവീണാൽ MP സ്ഥാനം രാജിവെക്കേണ്ടതായി വരും. നയനാർ മന്ത്രിസഭയിൽ പിണറായി വിജയനൊപ്പം മന്ത്രിയായി പ്രവർത്തിച്ച പാരമ്പര്യവും കെ രാധാകൃഷ്ണനുണ്ട്. ഇവരിൽ രണ്ടുപേരിൽ ആരായാലും ഇത്തരം നീക്കത്തെ പ്രതിരോധിക്കാൻ പ്രതിപക്ഷം ശരിക്കും ബുദ്ധിമുട്ടും. കാരണം ആദ്യ വനിതാ മുഖ്യമന്ത്രി എന്ന പ്രചരണമായാലും ആദ്യ ദളിത് മുഖ്യമന്ത്രി എന്ന പ്രചരണമായാലും അത് നിഷ്പക്ഷ വോട്ടുകളെ സ്വാധീനിക്കുമെന്ന് മാത്രമല്ല UDFന്റെയും BJPയുടെയും വോട്ട് ബാങ്കുകളിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്യും. പ്രതിപക്ഷം ഭയപ്പെടുന്നതും അതുതന്നെയാണ്. പി രാജീവ് ആണെങ്കിൽ പുതിയ കാലത്തെ മന്ത്രി എന്ന നിലയിൽ എതിരാളികളുടെ പോലും പ്രശംസ പിടിച്ചുപറ്റിയ നേതാവാണ്. അതായത് ഈ 3 പേരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പരിഗണിക്കപ്പെടാൻ എന്തുകൊണ്ടും യോഗ്യതയുള്ള നേതാക്കൾ തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഒരു പട തന്നെ കോൺഗ്രസിൽ ഉണ്ടെങ്കിലും ഇവരുടെ വ്യക്തി താല്പര്യങ്ങൾ UDF അണികൾക്ക് പോലും ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ്. പിണറായി സർക്കാരിനെതിരെ ശക്തമായൊരു പ്രതിഷേധം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്തതിന്
അണികൾക്ക് മുന്നിൽ വ്യക്തമായൊരു മറുപടി പറയാൻ ഇതുവരെ UDF നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷം UDFും BJPയും ഒന്നുമല്ല, ഇവിടുത്തെ മാധ്യമങ്ങളാണ്. പിണറായി സർക്കാരിനെയും ഇടതുപക്ഷ സംഘടനകളെയും നിരന്തരം കടന്നാക്രമിക്കുന്നതും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരെ പൊതുബോധം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതും വലതുപക്ഷ മാധ്യമങ്ങൾ തന്നെയാണ്. പുതിയ കാലത്ത് മാധ്യമങ്ങളുടെ രീതി മാത്രമല്ല, അജണ്ട കൂടിയാണ് മാറിപ്പോയിരിക്കുന്നത്. ഇത്രയും ശക്തമായി മാധ്യമങ്ങളുടെ ആക്രമണങ്ങൾ ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഒരു കാലത്തും CPM ഉണ്ടായിട്ടില്ല. ഏറ്റവും അധികം മാധ്യമങ്ങളുടെ കൂരമ്പുകൾ ഏറ്റുവാങ്ങിയ മുഖ്യമന്ത്രി ആരെന്ന ചോദ്യത്തിനുള്ള ഉത്തരവും പിണറായി വിജയൻ എന്നു തന്നെയാണ്. സാധാരണഗതിയിൽ CPM മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കാറുള്ളത് PB അംഗങ്ങളെയാണ്. എന്നാൽ KK ശൈലജയും K രാധാകൃഷ്ണനും P രാജീവും കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ മാത്രമാണ്. മധുരയിൽ നടക്കുന്ന CPM പാർട്ടി കോൺഗ്രസിൽ ഇവരിൽ ആരെങ്കിലും PB അംഗമാകുമോ എന്നതും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് നിർണായകമാകും. പുതിയ PBയിൽ നിന്നും പ്രായപരിധിയിൽ തട്ടി നിരവധി പേർ ഒഴിയുന്ന സാഹചര്യം ഉണ്ടായാൽ കേരളത്തിൽ നിന്നും ഒരാൾക്ക് അവസരം ലഭിക്കാനുള്ള സാധ്യത ഏറെയാണ്. അതല്ലെങ്കിൽ പ്രായപരിധിയിൽ ഇളവ് നൽകി പിണറായി വീണ്ടും PB അംഗമായി തുടർന്നാലും പിന്നീട് ഒഴിയുന്ന സാഹചര്യം ഉണ്ടായാലും പുതിയ ഒരാൾക്ക് അവസരം ലഭിക്കും. അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുന്നതല്ല. കേരള ഭരണം കൂടി നഷ്ടമായാൽ രാജ്യത്ത് ഒരു സംസ്ഥാനത്തും ഭരണമില്ലാത്ത അവസ്ഥയിലേക്ക് ഇടതുപക്ഷം പോകും. അത്തരമൊരവസ്ഥ ഉണ്ടാകാൻ CPM ദേശീയ നേതൃത്വം മാത്രമല്ല, പിണറായി പോലും ആഗ്രഹിക്കുന്നില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷത്തെ രാഷ്ട്രീയ യാഥാർത്ഥ്യം ഇതൊക്കെയാണെങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത്തവണയും ഇടതുപക്ഷം വിജയം ആവർത്തിച്ചാൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെയാകും ഇടതുപക്ഷത്തെ നയിക്കുക. കൂടുതൽ ശക്തനായ പിണറായി വിജയനെ ആയിരിക്കും അപ്പോൾ ഇടതുപക്ഷ കേരളത്തിനും കാണാൻ കഴിയുക.